കൃഷ്ണ. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെ ശ്രീലകത്ത് ഭക്തകോടികളുടെ ഹൃദയതാപങ്ങൾ ശമിപ്പിക്കാൻ അഞ്ജനശിലയിൽ കളഭമണിഞ്ഞ് നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ നമുക്ക് മനസ്സിൽ ധ്യാനിക്കാം. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ ഒരു ചെറിയ ഉണ്ണിയായി അതീവ കൗതുകം ഉണർത്തുന്ന രൂപത്തിലാണ്, അതീവ സുന്ദരനായിട്ടാണ് ദർശനം നൽകിയത്. ഭഗവാന്റെ ആ കുഞ്ഞു പാദങ്ങളിൽ പൊന്നിൻ തളകൾ അണിയിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ അളന്ന ആ പാദങ്ങൾ ഇന്ന് ഭക്തരുടെ വാത്സല്യത്തിനായിട്ടാണ് കാത്തു നിൽക്കുന്നത്. അരയിൽ ചുവന്ന പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. മുത്തുകൾ കോർത്ത് പുതിയ തരം പൊന്നിൻ കിങ്ങിണിയും അണിഞ്ഞിട്ടുണ്ട്. ഓരോ ചലനത്തിലും ആ കിങ്ങിണി നാദം പ്രപഞ്ചത്തിൻ്റെ താളായിട്ട് മാറുകയാണ്. ഇന്ന് കണ്ണൻ എങ്ങനെയാ നിൽക്കണമെന്ന് നോക്കി നോക്കൂ. പ്രധാന ആകർഷണം, ഇന്ന് ഭഗവാന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ കൈകളാണ്. വലത്തെ കയ്യിൽ വലിയൊരു വെണ്ണ കുടമാണ് ഭഗവാൻ പിടിച്ചിട്ടുള്ളത്. കയ്യിൽ കൊള്ളാത്ത അത്രയും വലിയ ഒരു വെണ്ണ കുടത്തുനിന്ന് വെണ്ണ ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. ഭക്തന്റെ നിർമ്മലമായ മനസ്സാകുന്ന വെണ്ണ ഭഗവാൻ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണോ എന്നുള്ളതിൻ്റെ പ്രതീകമാണ് ഇത്. ഇനി ഇടത്തെ കയ്യിൽ നോക്കി നോക്കൂ. കയ്യിൽ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴലാണ് പിടിച്ചിട്ടുള്ളത്. മോക്ഷത്തിൻ്റെ നാദം പൊഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേണുഗോപാലനാണ് ഇന്ന് ഭഗവാൻ. കഴുത്തിനോട് ചേർന്ന് മനോഹരായ വളയം പോലെയുള്ള മാലകളും പതക്കം ചാർത്തിയ മുല്ലമൊട്ടുമാലകളും ഭഗവാന്റെ കുഞ്ഞു വയറിന് മുകളിലങ്ങനെ ശോഭിക്കുന്നുണ്ട്. ചെവികളിൽ ചെവിപ്പൂക്കളും നെറ്റിയിൽ സ്വർണ്ണഗോപിയും ചാർത്തി വെണ്ണ കിട്ടിയ സന്തോഷത്തിൽ അതീവ സുന്ദരമായ മന്ദഹാസം തൂകി നിൽക്കുകയാണ് കണ്ണൻ. ശിരസിൽ പൊൻകിരീടം ചാർത്തിയിരിക്കുന്നു. അതിനു മുകളിൽ വെളുത്ത നന്ദ്യാർവട്ടം കൊണ്ട് അലങ്കരിച്ച തിരുമുടിമാലയുണ്ട്. പിന്നെ തെച്ചിയും തുളസിയും കൊണ്ട് ചേർത്തുണ്ടാക്കിയുള്ള മറ്റൊരു തിരുമുടിമാല കൂടി ഉണ്ട്. കഴുത്തിൽ തുളസിയും വെളുത്ത പൂക്കളും നന്ദ്യാർവട്ടം തെച്ചിയും ഒക്കെ കൂടി ചേർത്ത് കെട്ടിയുണ്ടാക്കിയുള്ള ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട്. കൂടാതെ വിധാനമായിട്ട് 8 ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് മേലാപ്പായിട്ട്. ഇത് ശ്രീലകത്തെ ഒരു ദിവ്യ പുഷ്പവനമാക്കി മാറ്റുകയാണ്. കൈകൂപ്പി നിൽക്കുന്ന ഭക്തർക്ക് മുന്നിൽ വെണ്ണയും ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ സച്ചിദാനന്ദ സ്വരൂപനാണ് നമ്മുടെ ഭഗവാൻ. ഗൃഹവും ധനവും ബന്ധുക്കളും ബ്രഹ്മാസനം പോലും നിന്റെ തൃപ്പാദത്തിലാണ് സമർപ്പിക്കുന്നത് എന്ന പ്രാർത്ഥനയോടെ നമുക്ക് സർവവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നാരായണ മന്ത്രങ്ങൾ ഉരുവിടാം. എല്ലാവർക്കും ഒരുമിച്ച് ഉറക്കെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.